12,000 കൊല്ലത്തെ ചരിത്രമാണ് ഈ ആടും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഈ പാവപ്പെട്ടവന്റെ പശു അത് യഥാർത്ഥത്തില് ഇപ്പൊ അതങ്ങനെ ഉപയോഗിക്കുന്നില്ല. 1.8 വരെ വലിയ ആട് കൂടുകളെ സംബന്ധിച്ചിടത്തോളം 1.8 മീറ്റർ വരെ ഹൈറ്റിനകത്ത് ഉള്ള കൂടുകൾ ആയിരിക്കും. ജമുന പ്യാരി, യമുനയെ സ്നേഹിക്കുന്നവൾ. വരുൺ പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു പ്ലേറ്റ് ഷെവോൺ. ഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗങ്ങളിൽ ഒന്നായിരുന്നു ആട്. ഇപ്പോൾ സാധാരണ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇൻഡോറുകളിലായിരുന്നു കഴിഞ്ഞ പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ് കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുന്നിൽ നിന്നുള്ള ഡോക്ടർ എ പ്രസാദാണ്. സാറ് അസോസിയേറ്റ് പ്രൊഫസറും HOD ആണ്. യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാമിൻ്റെ HOD ആണ് സാർ. സോ ഇപ്പം നമ്മളിരിക്കുന്നത് മണ്ണുത്തിയിലെ ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാമിലാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ഉത്ഭവം ഞാൻ വെബ്സൈറ്റിൽ കണ്ടതെന്ന് പറഞ്ഞാൽ 1965 സ്ഥാപിതമാവുകയും 72 വരുമ്പോൾ അത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ടൊക്കെ മാറുകയും ഇപ്പൊ ഇവിടെ നിലവില് ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ വന്നപ്പോൾ കണ്ടത് ഒരു 100ഓളം ആടുകളെ ഞാൻ കണ്ടു. അപ്പം അത്രയാണ് ഇവിടെ നടക്കുന്നത്. ഇതല്ലാതെ ഈ ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആകെ ആടുകളുടെ എണ്ണം 100 അല്ല, അത് 300-ന് മുകളിലാണ്. ഇപ്പോ ആദ്യം ഈ 100 ഒരുമിച്ച് വരുമ്പോൾ വന്നപ്പോ കണ്ടത് അവര് ഗ്രേസിങ്ങിന് പോവുകയാണ്. എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് ഗ്രേസിങ്ങിന് കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഗർഭിണികളായിട്ടുള്ള ആടുകള്, അതേപോലെ തന്ന ചെറിയ കുഞ്ഞുങ്ങള്, ബക്സ്, ഇതെല്ലാം പ്രത്യേകം വേർതിരിച്ച് വെക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങളാണ്. അപ്പൊ അവരെ നമ്മള് ഈ ഗ്രേസിങ്ങിന് വേണ്ടിയിട്ട് പുല്ല് മേയാൻ വേണ്ടി കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ കാണാത്തത്. ഇതിന്റെ ആക്ടിവിറ്റി പ്രധാനമായിട്ട് ഒരു അക്കാദമിക് റിസർച്ച് സെന്റർ ആണ്. അതായത് നമ്മള് കുട്ടികൾക്ക് പഠിക്കാൻ, ഇപ്പൊ വെറ്റിനറി ഞാൻ സൂചിപ്പിച്ചല്ലോ, വെറ്റിനറി കുട്ടികൾക്ക് ആടാണ് ഏറ്റവും അധികം പഠിക്കാൻ എളുപ്പമുള്ള ഒരു മൃഗം. അവർക്കൊരു ഇഞ്ചക്ഷൻ ചെയ്യാൻ പഠിക്കാനാണെങ്കിലും പിടിക്കുന്നത് പഠിക്കാനാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റോക്ക് ഫാം ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് 3rd ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വരും. മറ്റൊന്ന് ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 5 മണി വരെ ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികള് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് പഠിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പൊ അവർക്ക് പിന്നെ എല്ലാ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റും, മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥികൾ. അപ്പൊ ഇന്റേൺഷിപ്പ് ഉണ്ട്, ലൈഫ് സ്റ്റോക്ക് ഫാം പ്രാക്ടീസ് ഉണ്ട്, പിന്നെ കുറെ ഡിപ്ലോമ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠന മേഖലയിൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് റിസർച്ചാണ്. ഇപ്പൊ PG PhD വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല ഒരു എക്സ്പെരിമെന്റൽ ആനിമലാണ് ഈ ഗോട്ട്. അതുകൊണ്ട് ഒരുപാട് പേര് PG PhDക്ക് വേണ്ടിയിട്ട് ഇവിടെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൃഗങ്ങളെ എണ്ണം കൂടുതലാണല്ലോ. ആടാവുമ്പോ അല്ലെങ്കിൽ പന്നിയൊക്കെ ആവുമ്പോൾ കുറച്ച് ചെറിയ മൃഗങ്ങളായതുകൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണം കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് PG PhD വിദ്യാർത്ഥികളും കൂടി ഉപയോഗിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ 65 മുതൽ പഠനം, ഗവേഷണം എന്ന രീതിയിലാണ് പോകുന്നത്. അതിൽ ഈ 72ന്റെ പ്രത്യേകത വരുന്നത് എന്താന്ന് വെച്ചാൽ കാർഷിക സർവകലാശാല രൂപപ്പെടുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് കാർഷിക സർവകലാശാലയുടെ ഭാഗമായിട്ട് വരുമ്പോഴാണ് ശരിക്കും ഒരു ഗവേഷണ സ്ഥാപനവും കൂടി ആവുന്നത്. അതുവരെ ഇത് BVSc NDH-കാർക്ക് പഠിക്കാനുള്ള ഒരു ചെറിയൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ പിന്നെ അത് കൂടാതെ ഓൾ ഇന്ത്യ കോർഡിനേറ്റഡ് റിസർച്ച് പ്രോജക്ട് ഓൺ ഗോഡ്സ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ തിരുപ്പതി വെങ്കില ജലപതി, അതേപോലെ തന്നെ ഡോക്ടർ KC രാഘവൻ എന്ന് പറയുന്ന സാറാണ് അത് തുടങ്ങിയത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അനിമൽ ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവോൾവ്മെന്റോട് കൂടി ഒരു പ്രൊജക്റ്റും ഇവിടെ റൺ ചെയ്തിരുന്നു. സാറിന്റെ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാ ഇതിലേക്ക് ലൈഫ് സ്റ്റോക്ക് ആൻഡ് പ്രൊഡക്ഷൻ മാനേജ്മെന്റിലേക്ക് എത്താനുള്ള ഒരു കാരണം എങ്ങനെയാ? ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ BVSc NDH വെറ്റിനറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിവിധ ബിരുദ അനന്തര പഠനങ്ങളിൽ ഒന്നാണ് ഈ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. വെറ്റിനറിയിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ എൻട്രൻസ് എഴുതി കഴിയുമ്പോൾ നമുക്ക് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒന്നാണ്. പക്ഷെ അത് കൂടാതെ ഇപ്പൊ വരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലും എൻ്റെ അച്ഛനും ഒരു അധ്യാപകനാണെങ്കിലും അതോടൊപ്പം കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ഈ മൃഗസംരക്ഷണ മേഖലയിലും നല്ലോണം വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. വീട്ടിൽ ആടും പശുവും കോഴിയൊക്കെ ഉള്ള ഒരു ജീവിതക്രമത്തിൽ നിന്ന് വരുന്ന ആൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു. അതിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഏറ്റെടുത്ത ഒരു പഠന മേഖലയാണ് വെറ്റിനറി. വളരെ ഇഷ്ടത്തോടു കൂടി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ വെറ്റിനറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കൂടി ഫാമുകളൊക്കെ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു പഠന മേഖല എന്നുള്ള നിലയ്ക്കാണ് ബിരുദാനന്ദ ബിരുദത്തിന് ഞാൻ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എടുത്തത്. മറ്റൊന്നുണ്ട്, അധ്യാപകനാവാൻ ഇഷ്ടമാണ്. ഇപ്പൊ ടീച്ചിങ്ങിനോട് നല്ല ഇഷ്ടമുണ്ട്. കാരണം അച്ഛനും അമ്മയും അധ്യാപകരും കൂടിയാണ്. കുടുംബത്തിൽ ഒരുപാട് പേര് അധ്യാപകരായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അധ്യാപനവും ഇഷ്ടമായതുകൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള ഒരു സാധ്യതയും കൂടി കണക്കൂട്ടിക്കൊണ്ടാണ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എടുത്തത്. പാവപ്പെട്ടവന്റെ പശു എന്നാണ്
ആടിനെ പൊതുവെ അറിയപ്പെടുന്നത്. അപ്പം എന്താണ് ഇത്തരം ഒരു കൺസെപ്റ്റ്, ഒരു ഫാം കൺസെപ്റ്റ് എങ്ങനെ നമുക്കൊരു ബിസിനസ്സിലേക്ക് എത്തിക്കാം? എന്താണ് ഒരു സാധാരണക്കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഈ പാവപ്പെട്ടവന്റെ പശു അത് യഥാർത്ഥത്തില് ഇപ്പൊ അതങ്ങനെ ഉപയോഗിക്കുന്നില്ല. കാരണം പാവപ്പെട്ടവന്റെ പശു എന്ന് പറയുന്ന രീതിയിൽ ആടിനെ കണ്ടിരുന്ന ഒരു കാലത്ത് നിന്ന് ഇത് തീർത്തും മാറിക്കഴിഞ്ഞു. ഇതിന് ഇപ്പൊ വിളിക്കുന്നത് ഫ്യൂച്ചർ ആനിമൽ എന്നാണ്. കാരണം നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു കാലഘട്ടത്തില് യാതൊരു പ്രശ്നവുമില്ലാതെ പിന്നെ വളർത്താൻ കഴിയുന്ന ഒന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞു ആ ഷീപ്പും ഗോട്ടും. അതായത് സ്മോൾ റൂമിനൻസ് നമ്മൾ പറയുന്ന വിഭാഗം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനിതൊരു ഇന്ത്യൻ സാഹചര്യം പോലും അല്ല, മനസ്സിലായി, ലോകത്ത് മൊത്തം നോക്കി കഴിഞ്ഞാൽ പോലും പിന്നെ ആടിനെയും ഷീപ്പിനെയും കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അടക്കം ഈ മേഖലയിൽ എല്ലാ പ്രധാന സംഘടനകളും വളരെ പ്രധാന ഫോക്കസോട് കൂടിയിട്ട് ഫ്യൂച്ചർ ആനിമലായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിലേക്ക് എത്തിച്ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഈ കാർഷിക മേഖലയിലെ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട മേഖലയായിട്ട് വരികയാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ പുവർ മാൻസ് കൗ എന്ന് പറയുന്ന ഒരു ഇതിന്ന് മാറിക്കഴിഞ്ഞു. പിന്നെ ഏതൊരു ഇപ്പൊ ഒന്നാമത് നമ്മളുടെ സാമൂഹികമായിട്ട് നമ്മൾ വളരെ ഉയർന്നു കഴിഞ്ഞു. അത്ര പിന്നെ ദാരിദ്ര്യം ഉള്ള ആളുകൾ പൊതുവില് അല്ല, അതൊന്നും നമ്മൾ മുകളിലേക്ക് വരികയാണ്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വെച്ച് നോക്കുമ്പോൾ പുവർ മാൻസ് കൗ എന്നതിൽ നിന്ന് ഫ്യൂച്ചർ ആനിമലിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ഘട്ടത്തിലാണ് ഈ മേഖല. ഇപ്പൊ ആടിന്റെ അല്ലെങ്കിൽ ഷീപ്പിന്റെയും രണ്ടിന്റെയും. ഞാൻ ചോദിച്ചു വന്നത്, ഇതിപ്പോ ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യണം ഒരു ഫാമായിട്ട്, ഒരു കൊമേഴ്ഷ്യലി തന്നെ ഒരു ബിസിനസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടി വരിക? ഇവിടുന്ന് നമുക്ക് എന്ത് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ? അതായത് ഇതിനൊരു ബിസിനസ്സായി, അതായത് ആട് ഒരു ബിസിനസ്സായി വളർത്തുമ്പോൾ അത് സാധാരണ 1, 2, 3 അല്ലെങ്കിൽ 10 ആടുകളെ വളർത്തുന്ന രീതിയിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. ഒരു 35-40 ആടുകൾ വരെ വളർത്തുന്ന ഇടത്ത് പല കാര്യങ്ങളും ഇപ്പോ വരുണിന്റെ അമ്മ തന്നെ 25 ആട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ അത് നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് കരുതുന്നത്. അവിടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഒക്കെ തുലം കുറവാണ്. അതായത് സാങ്കേതികമായ ഒരുപാട് തികവില്ലെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ നടത്തിക്കൊണ്ടുപോകാവുന്ന ഒന്നാണ് ചെറുകിട ആട് ഫാം എന്ന് പറയുന്നത്. 35 കൃത്യമായിട്ടല്ല എങ്കിൽ പോലും ഏതാണ്ട് അതിന് മുകളിലേക്ക് ഒരു 50 മുകളിലൊക്കെ ഉള്ളത് തീർച്ചയായിട്ടും നമ്മളൊരു കമേഴ്ഷ്യൽ ഫാം എന്ന നിലയിൽ കരുതണം. അപ്പൊ അവിടെ പിന്നെ വാക്സിനേഷനുകളുടെയും അതേപോലെ തന്നെ കേജിന്റെ നിർമ്മാണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ക്വാറന്റൈൻ ഐസൊലേഷൻ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും നിയമങ്ങളാണെങ്കിലും ഇപ്പൊ 50 മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പഞ്ചായത്ത് ലൈസൻസിങ് ആക്ടിന്റെ പരിധിയും കൂടി അവിടെ വരും. അവിടെ ഫാം ലൈസൻസിങ് എടുക്കണം. അപ്പൊ പഞ്ചായത്ത് പോയി നമ്മൾ ലൈസൻസ് എടുത്ത് വേണം ഇത് ആരംഭിക്കാൻ. അത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. അപ്പൊ അതൊരു ബിസിനസ്സാണ്. 50 മുകളിൽ തീർച്ചയായിട്ടും അതൊരു ബിസിനസ് ആയി തന്നെയാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. നമ്മൾ സാങ്കേതികമായിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. അപ്പൊ അല്ലാതെയുള്ള ചെറുകിട ഈ ലൈസൻസ് അല്ലാതെ വേറെ എന്താ? ലൈസൻസ് അല്ലാതെ നമുക്കിപ്പോ വേറെ അനുമതികളൊന്നും ആവശ്യമില്ല. ഇത് അതിനകത്ത് ഉൾച്ചേർ ഇപ്പൊ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇത് നൽകുന്നത്. ഫോം 1 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഞ്ചായത്ത് ചട്ടങ്ങളുണ്ട്. 2012, ഇപ്പൊ 2024 അത് അപ്ഗ്രേഡ് ചെയ്തു. ആ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫോം 1 നമ്മൾ അപേക്ഷിക്കുന്നു. ഫോം 2 അവരതിന്റെ ലൈസൻസ് തരുന്നു. അതിനകത്ത് വളക്കുഴി ഉണ്ടായിരിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഏതാനും, അതായത് പ്രത്യേകിച്ചും സ്ഥലം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ, ഇപ്പൊ ഒരു സെന്റിനകത്ത് നമുക്ക് 3 ആട് എന്നുള്ളതാണ് എന്റെ കണക്ക്. അപ്പൊ സ്ഥലം എത്ര വിസ്തീർണം ഉണ്ട് എന്നുള്ളത് ചോദിക്കും. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ്സായി അത് നിയമപരമായി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ? ഇപ്പം ഏതെങ്കിലും സ്കീം ആണെങ്കിലും ഇതുപോലെ ഒരു ഫാം നടത്തണം, ഇപ്പൊ ഒരു 50 ആടിന്റെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അയാൾക്ക് വേണ്ട ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇൻക്ലൂഡിങ് നിയമപരമായ കാര്യങ്ങൾ? നിയമപരമായിട്ട് ഞാനിപ്പോ സൂചിപ്പിച്ചത് തന്നെ, ചട്ടങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സ്ഥല സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെ നമ്മള് ഇതിന്റെ കൂട് നിർമ്മിക്കുന്ന സമയത്ത്, ഇപ്പൊ ആടിന്റെ കൂടാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഒരു മീറ്ററാണ് മിനിമം ഹൈറ്റ് പറയുന്നത്. ഇപ്പൊ 1.8 വരെ വലിയ ആട് കൂടുകളെ സംബന്ധിച്ചിടത്തോളം 1.8 മീറ്റർ വരെ ഹൈറ്റിനകത്ത് ഉള്ള കൂടുകൾ ആയിരിക്കണം. തറ ലെവലിൽ നിന്ന് 1.8 മുകളിലാണ് ആനിമൽസിന്റെ വലിയ ഫാമുകളിൽ നമ്മൾ അത് ഈ കാഷ്ടം കൃത്യമായി റിമൂവ് ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ പിന്നെ ബാക്കി അതിനെ രോഗം ഇല്ലാതെ വളർത്തുന്നതിനും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കൂട് ഉണ്ടായിരിക്കുക.
അതേപോലെ തന്നെ ഇവർക്ക് എപ്പോഴും പുറത്തേക്ക് നടന്ന് സഞ്ചരിക്കാൻ ഒരു സ്ഥലം, ഒരു പാഡക്ക് എന്ന് പറയും. അപ്പൊ അതൊരു ഒരു പ്രധാനപ്പെട്ട റിക്വയർമെന്റ് ആണ്. സർക്കാർ നോക്കുന്നത്, പഞ്ചായത്ത് നോക്കുന്നത് പ്രധാനമായിട്ടും പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ മറ്റെല്ലാ ജീവികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആടിന് പൊല്യൂഷൻ ഇല്ല. ആടിന്റെ കാഷ്ടം വളരെ എളുപ്പമാണ് അത് റിമൂവ് ചെയ്യാൻ. അതിന് ഒരു സ്ഥലത്ത് വെച്ചാലും പ്രത്യേകിച്ച് അത് ദുർഗന്ധമൊന്നും ഉണ്ടാക്കുന്ന ഒന്നല്ല, പ്രശ്നമില്ലാത്ത ഒന്നാണ്. പക്ഷെ ഇതിന്റെ കാഷ്ടവും മൂത്രവും എല്ലാം കൂടെ കലർന്ന് അടിയിൽ ഒരുമിച്ചായി കഴിഞ്ഞാൽ അവിടെ അമോണിയ വാതകം രൂപപ്പെടും. അപ്പോഴാണ് അടുത്തുള്ള ആളുകൾക്ക് പ്രശ്നമാവുന്നതും ആടിന് തന്നെയും പ്രശ്നമാവുന്നതും. അത് ആട് പ്രത്യേകിച്ചും ശ്വാസകോശം വലിയ പ്രശ്നമുള്ള ഒരു ജീവിയാണ്, അല്ല അറിയാലോ. അപ്പൊ അതുകൊണ്ട് ശ്വാസകോശ രോഗങ്ങൾ പ്രധാനമായിട്ടും വരുന്നത് ഈ അമോണിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ ഫാം തുടങ്ങുന്ന ആളുകളോടൊക്കെ പറയുന്ന ഒരു കാര്യം, നല്ല ഡിസൈൻഡ് ആയിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഒരു ഷെഡ്, പാഡക്ക്, ഈ പൊക്കോ എന്ന് പറയുന്നത് ഇത് ക്രമീകരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ കാഷ്ടം വീഴുന്നത് എടുക്കാൻ. ഇപ്പൊ 1.8 എന്ന് പറഞ്ഞ ഒരാളുടെ ഹൈറ്റിനേക്കാളും കൂടുതലായി. അപ്പൊ അവർക്ക് എളുപ്പത്തിൽ പോയിട്ട് അവിടെ നിന്ന് അത് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ആ വലിയ ഫാമുകൾക്ക് അത്രയും ഹൈറ്റ് വേണം എന്ന് പറയുന്നത്. പൊതുവെ ഞാൻ കേട്ടേക്കുന്നത് കേരളത്തിന്റെ സാഹചര്യത്തിന് പറ്റിയ ഒരു ഇനം എന്ന് പറയുന്നത് മലബാറിയാണ് എന്നാണ് കേട്ടേക്കുന്നത്. അത് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ, അതോ വേറെ ജമുനാപ്പിയാരി എന്ന് കേട്ടിട്ടുണ്ട്, ബീറ്റിലുണ്ട്. സോ ഇതിൽ ഏതാ ഏറ്റവും നമുക്ക് കൊമേഴ്ഷ്യലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കേണ്ട ഒരു ഇനം ഏതാ? വളരെ നല്ല ചോദ്യമാണ്. കാരണം എന്താന്ന് വെച്ചാലേ, ഈ ആളുകള് പിന്നെ എപ്പോഴും ലാഭത്തിന് വേണ്ടിയാണല്ലോ നമ്മളൊരു ബിസിനസ് നടത്തുന്നത്. അപ്പൊ ആ മേഖലയിലേക്ക് ആ ഒരു ചിന്താഗതി ഒരിക്കലും തെറ്റല്ല. പക്ഷെ നമ്മളൊരു സസ്റ്റൈനബിലിറ്റിയുടെ ആംഗിൾ, ഒരു സുസ്ഥിരതയുടെ ആംഗിൾ, ഒരു ഭാവിയൊക്കെ കണ്ട് ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സയൻസ് കയറി വരും. അപ്പൊ ഈ ജമുനാപ്യാരി എന്ന് പറയുന്നത് ഇന്ത്യൻ ഇനമാണ്. പക്ഷെ ജമുനാപ്യാരി, യമുനയെ സ്നേഹിക്കുന്നവൾ, യമുനയുടെ തീരത്താണല്ലോ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലാണ്, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെയെങ്കിലും പറയാം. അപ്പൊ അത് കൊണ്ട് തന്നെ ഉത്തരേന്ത്യയുടെ കാലാവസ്ഥയായിട്ട് വളരെയധികം ഇണങ്ങിയ, അവിടുത്തെ ഏറ്റവും മികച്ച ഇനമായ, അവിടെ നന്നായി പാല് ലഭിക്കുന്ന, അവിടെ നന്നായി വളരുന്ന, അവിടുത്തെ ആളുകൾക്ക് വളരെയധികം ഉപയോഗപ്രദമാവുന്ന ഒന്നാണ്. അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്ന ഉടനെ അവർക്ക് വളർച്ചാ നിരക്ക് ഉണ്ടാവും. ഇപ്പൊ ഒരു ജമുനാപ്യാരി കുട്ടി ജനിക്കുമ്പോൾ 3.5 കിലോ 4 കിലോ തൂക്കം ഉണ്ടാവും. നമ്മുടെ മലബാറി കുട്ടി ജനിക്കുമ്പോൾ 2.2 കിലോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് കൂടുതൽ വലുപ്പമുള്ള ഒരു ഇനമാണ്. പക്ഷേ അവിടെയുള്ള ഭക്ഷണം കഴിച്ച് നൂറ്റാണ്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ 1000 ആണ്ടുകൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് 12,000 കൊല്ലത്തെ ചരിത്രമാണ് ഈ ആടും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. അപ്പോ അത്രയും കൊല്ലം കൊണ്ട് അന്നാട്ടിൽ ഡെവലപ്പ് ചെയ്ത അവിടേക്ക് അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രീഡും നമ്മളെവിടെ അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രീഡും തമ്മിൽ എന്തായാലും അതിന്റെ ഒരു വ്യത്യാസം വരും. രോഗത്തിന്റെ കാര്യത്തിലാണ്. ക്രോസ് ബ്രീഡിങ് എപ്പോഴാണ് ഫലപ്രദമാവുന്നതെന്ന് ചോദിച്ചാൽ, അത് നമ്മൾ ഹൈബ്രിഡ് വിഗർ എന്ന് പറയും. അതായത് നമുക്കൊരു പ്യുവർ മലബാറി ബ്രീഡിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, പ്യുവർ ആയിട്ടുള്ള ഒരു ജമുനാപ്യാരിയുടെ ഗ്രൂപ്പ് ഉണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അവ തമ്മിൽ ഇണ ചേർത്തുണ്ടാവുന്ന ആദ്യത്തെ തലമുറ, അതിനാണ് F1 തലമുറ എന്ന് പറയുന്നത്. ആ തലമുറ ഹൈബ്രിഡ് വിഗർ കൊണ്ട് അതിന്റെ തള്ളയുടെ പിന്നെ ഇതിനേക്കാളും, അതേപോലെ തന്നെ അതിന്റെ സയർ അച്ഛന്റെ വർഗത്തെക്കാളും കൂടുതൽ ഉയർന്ന പിന്നെ വളർച്ചാ നിരക്കും മറ്റ് ശേഷിയും ഒക്കെ കാണിക്കും. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ അത് വീണ്ടും നമ്മുടെ നാട്ടിലെ മൃഗങ്ങളുടെ ഏതാണ്ട് അതേ വലുപ്പത്തിലേക്ക് കുറഞ്ഞു വരും. പിന്നെ നമുക്ക് വീണ്ടും അതേ ഇനം തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഉൽപാദനക്ഷമത ഒരുപക്ഷെ കുറയുകയും ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഫലത്തിലേക്ക് ദൂരവ്യാപകമായി വരാം. ഇനി നമ്മൾ മലബാറി ആടിന്റെ ഗുണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലേതാണ് എന്ന് പറഞ്ഞല്ലോ, തലശ്ശേരി ആട് എന്നുള്ള പേര് പറയും, വടക്കേ കേരളത്തിലാണ്. ഇപ്പൊ കേരളം എന്ന് പറയുന്നത് അങ്ങ് നമ്മൾ ഈ പിന്നെ ഇതിലങ്ങ് മലയങ്ങ് പോയി കഴിഞ്ഞാൽ മഹാരാഷ്ട്ര മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ഭാഗം ഏതാണ്ട് ഒരേ കാലാവസ്ഥ അനുഭവിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഈ കൊങ്കൺ പൊതുവില്. അപ്പൊ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ആടുകളുണ്ട്. ഇപ്പൊ സുർത്തി ആട് എന്ന് പറഞ്ഞിട്ട് ഒരു ആടുണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോ അങ്ങനെ വന്ന് നമ്മുടെ തലശ്ശേരി ഭാഗത്തൊക്കെ ധാരാളം ഇതേപോലെ വെള്ള നിറത്തിലുള്ള നല്ല ഇനത്തിൽ ഉള്ള ആടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, മറ്റാടുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പം ബീറ്റല് വളരെ വലുതാണ്, ജമുനാപ്യാരി വളരെ വലുതാണ്, സിരോഹി വളരെ വലുതാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ അത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന ഒരു ബ്രീഡും ഇല്ല. ബ്ലാക്ക് ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറിയൊരു ബ്രീഡ് ഉണ്ട് ബംഗാൾ. അതിന് മാത്രമാണ് ഇതിനേക്കാൾ പ്രോളിഫിക്കസി, അതായത് കുഞ്ഞുങ്ങളുടെ എണ്ണം
കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആട് വളർത്തുമ്പോൾ പ്രധാനമായിട്ടും ഇതൊരു ബിസിനസ്സായി വിജയിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ ധാരാളമായിട്ട് വിൽക്കാൻ നമുക്ക് പറ്റണം. ഇപ്പൊ ഇതിന്റെ ആകെ ഭക്ഷണം കഴിക്കുന്നത്, അത് കഴിഞ്ഞ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ആകെ മാംസ്യം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിന്റെ ആകെ ബിസിനസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങള് 2, 3, 4 കുഞ്ഞുങ്ങളെ വരെ പ്രസവിക്കുന്ന ഒരാട് തീർച്ചയായിട്ടും അതിനകത്തൊരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൊണ്ടുവരുന്ന വലുപ്പത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാമത് അഡാപ്റ്റേഷന്റെ ഒരു പ്രശ്നം. ഒരു ജീവിയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നം, ഭക്ഷണത്തിന്റെ പ്രശ്നം, രോഗസാധ്യത, ഇതെല്ലാം അതിനൊക്കെ അപ്പുറത്താണ് ഈ പ്രോളിഫിക്കസി എന്ന് പറയുന്ന, അതായത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള നിരക്കിന്റെ 1.62 ആണ് നമ്മുടെ. അതായത് 100 ആട് ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് 162 ആടിൻ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. 3 വർഷത്തിൽ 2 പ്രസവം. അതെ, ഇതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ 2 വർഷത്തിൽ 3 പ്രസവം, 2 വർഷത്തിൽ 3 പ്രസവം അത്രയും കുഞ്ഞുങ്ങളെ കിട്ടും എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ നമുക്ക് അതാണ് 162%. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്ന, ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലബാറി ആടുകൾ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ്. എന്നാൽ ഞാൻ മറ്റാടുകളുടെ ബിസിനസ്സുകളെ തള്ളി പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് കൊണ്ടുവന്ന് ഇപ്പൊ കേരളത്തിൽ നല്ല പോലെ ഈ ഷെവോൺ, അതാണ് ആട്ടിന്റെ ഇറച്ചിയുടെ പേര്. ഇപ്പൊ വരുൺ പോയിട്ട് ഒരു ഹോട്ടലിൽ പോയിട്ട് 1 കിലോ അല്ല ഒരു പ്ലേറ്റ് ഷെവോൺ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല. കാരണം ആർക്കും അറിഞ്ഞൂടാ ഷെവോൺ എന്ന് പറയുന്നത് ആടിന്റെ ഇറച്ചിയാണ്. നമ്മൾ മട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഷെവോൺ ആണ്. അപ്പൊ അതിന്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിന് ഒരുപാട് ടേക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും പന്നി ഫാമുകൾക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയത്ത് ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ള ആളുകളുടെ ആവശ്യം നിറവേറ്റാൻ ഷെവോൺ ഒരു പ്രധാന, അതായത് ആട്ടിറച്ചി എന്ന് പറയുന്നത് പ്രധാന ഓപ്ഷൻ ആയിട്ട് വരികയാണ്. തമിഴ്നാട്ടിൽ പോലും കേരളത്തെക്കാൾ കൂടുതൽ വില ഉള്ള ഒന്നാണ് ആട്ടിറച്ചി. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിക്കൂടി വരികയാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് രാജസ്ഥാനിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഇവിടുത്തെ ആവശ്യത്തിന്, ഇവിടുത്തെ ഹോട്ടൽ ആവശ്യങ്ങൾക്കും മറ്റും ഉള്ള മീറ്റിനെ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ടും എടുക്കാൻ സാധിക്കില്ല. പിന്നെ ആളുകൾ ചെയ്യുന്നത് അവിടെ ഇറച്ചി ഉണ്ടാക്കി ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോൾ കർഷകർ നമ്മളിവിടെ കുറച്ചു കാലമെങ്കിലും വളർത്തുമ്പോൾ നമ്മുടെ നാട്ടിലൊരു സാമ്പത്തിക ഒരു വളർച്ചയ്ക്ക് അത് സഹായിക്കും. ഇപ്പോ നമ്മള് ഇതിനെ 1.62 വരെയാണ് ഒരു ആടിന് ഒരു വർഷം ഉണ്ടാവാനുള്ള സാധ്യത, കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞു. അതെ. ഇതിന്റെ ഒരു കാലയളവ് എങ്ങനെയാ? പ്രഗ്നൻസിയുടെ കാലം 5 മാസമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ അടുത്ത ഹീറ്റ് ആവുന്ന ഒരു പീരീഡ് എങ്ങനെയാണ്? അതായത് നമ്മൾ 155 ദിവസം ഓരോ ജീവിക്ക് ഓരോ ഗർഭകാലമുണ്ട്. അതെ. അപ്പൊ 155 ഡേയ്സ് എന്നാണ് നമ്മൾ ആടിന്റെ ഗർഭകാലത്തെ. അത് 10 ദിവസം മുമ്പ് പ്രസവിക്കാം, 10 ദിവസം കഴിഞ്ഞും പ്രസവിക്കാം. എന്നാലും നിങ്ങൾ പറഞ്ഞതുപോലെ 5 മാസം, അതിന്റെ കുറച്ചധികം ദിവസം. ഇതാണ് ഒരു പൊതു ചിത്രം. അത് കൂടാതെ അടുത്ത 2 മാസം കഴിയുമ്പോഴേക്ക് 2.5-3 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ അടുത്ത കുത്തിവെപ്പ് അല്ലെങ്കിൽ അതിനെ ബ്രീഡ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അതായത് 8 മാസം കൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് കടക്കും. അങ്ങനെ 2 വർഷത്തില് 3 പ്രസവം. അപ്പൊ അതിലൊരു ആവറേജ്, അതാണ് ഈ 24 മാസത്തിന്റെ കണക്ക്. അതെ. ആ ഒരു ആവറേജ് ഒരു 2 കുട്ടി വരെ നമുക്ക് കിട്ടാവുന്ന സാഹചര്യം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു മോർട്ടാലിറ്റി റേറ്റ് എങ്ങനെയാണ്? മോർട്ടാലിറ്റി റേറ്റ്, അതായത് നമുക്കറിയാം കുറെ അധികം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രകൃതി എന്തിനായിരിക്കും? പല സാധനങ്ങളും അത്ര അധികം വളർച്ചാ നിരക്ക് ഇല്ലാത്തത് വരും എന്നുള്ളത് കൊണ്ടാണ്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അതായത് ഒരു 5% വരെയാണ് ഇതിനകത്ത് ആക്സെപ്റ്റഡ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. 5%. ഇപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി ഫാം ആണെങ്കിൽ പോലും 4 കുഞ്ഞുങ്ങൾ ഉണ്ടായി, അതിലെ ഏറ്റവും അവസാനത്തെ ഒരു കുഞ്ഞ് പാല് കുടിക്കാൻ വയ്യാത്ത, അങ്ങനെ റണ്ട് എന്ന് പറയും. അതായത് വളർച്ചാ ശേഷി വളരെ കുറഞ്ഞ, അതിനെ ജീവിപ്പിച്ചെടുക്കുക ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചില കുഞ്ഞുങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു 5% നിർത്തിയാൽ അതാണ് ഒരു ശരിയായിട്ടുള്ള ഒരു സാഹചര്യം. ഇപ്പൊ കേരളത്തിന്റെ ജിയോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീരപ്രദേശമുണ്ട്, മലമ്പ്രദേശമുണ്ട്, പിന്നെ പ്ലെയിൻ ഏരിയാസും ഉണ്ട്. ഇതിൽ ഏത് ഏരിയാസിലാണ് ശരിക്കും ഒരു കർഷകന് ആട് ഫാം സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? കേരളത്തിലെ എല്ലാ സ്ഥലത്തും ആട് ഉണ്ട്. നമുക്ക് എല്ലാ ഭാഗത്തും പ്രധാനമായിട്ടും ആട് എന്തുകൊണ്ടാണ് ആട് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഈ ഹരിതാഭമായ ഈ പച്ചപ്പ്,
അതിനെ നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവി എന്നുള്ള നിലയ്ക്ക്. അപ്പൊ തീരപ്രദേശത്താണെങ്കിലും ഇടനാട്ടിലാണെങ്കിലും മലമ്പ്രദേശങ്ങളിലാണെങ്കിലും ഒക്കെ ആടിനെ നമുക്ക് ഈ പച്ചപ്പ് കൊടുത്തിട്ട് വളർത്താൻ സാധിക്കും. പിന്നെ പ്ലെയിനുകളുടെ പൊതുവായിട്ടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ കുറേയും കൂടി സ്പേസ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതും ആടുകൾക്ക് മേയാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവി എന്നുള്ള നിലയ്ക്ക് പ്ലെയിനുകളിൽ കൂടുതൽ ആടുകളെ നമ്മൾ ഇടനാടുകളിൽ കൂടുതൽ ആടുകളെ കണ്ടുവരുന്നുണ്ട്. ഇലയുടെ സാന്നിധ്യം ഈ തീരത്തോട് വളരെ അടുത്ത് വരുന്ന സമയത്ത് അത്രയധികം സ്ഥലം മേയാനുണ്ടാവില്ല. എന്നാൽ തീരപ്രദേശത്ത് കേരളത്തിലെ തീരപ്രദേശങ്ങൾ എടുത്തപ്പോ ഉദാഹരണമായിട്ട് താനൂര്, തിരൂര്, പുറത്തൂര്, അങ്ങനെ കോഴിക്കോട്, വടകര, തലശ്ശേരി, ഇങ്ങനെ പിന്നെ തീരപ്രദേശങ്ങളിലൊക്കെ ആട് കൃഷി വളരെ സജീവമാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ചെറിയ ഇടങ്ങളിലാണെങ്കിൽ പോലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് ചെറിയ കൂട് വെച്ച് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നമ്മുടെ ഭക്ഷണത്തിന്റെ അവശിഷ്ടത്തിന്റെ ബാക്കിയൊക്കെ വെച്ചും മറ്റ് അവൈലബിൾ ആയിട്ടുള്ള മറ്റ് വസ്തുക്കൾ ഉപയോഗിച്ചും അങ്ങനെയും ആടുകളെ വളർത്താം. അപ്പൊ ഫോളിയേജ് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ജീവിയും കഴിക്കാത്ത മിക്കവാറും എല്ലാ മാവിന്റെ ഇലയാണെങ്കിലും പ്ലാവിന്റെ ഇലയാണെങ്കിലും അങ്ങനെ പുരിയങ്ങിന്റെ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഇല വർഗ്ഗങ്ങൾ കഴിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇടനാടിലും അതേപോലെ തന്നെ മലമ്പ്രദേശങ്ങളിലും ഇത് പ്രധാനമാകുന്നത്. എന്നാൽ തീരപ്രദേശങ്ങളിലും പ്ലെയിനുകളിലൊക്കെ അത് പ്രധാനമാവുന്നത് ഒരിടത്ത് അതിനപ്പോ ഓരോ ഇടങ്ങളിലും അതാത് തരത്തിലുള്ള അഡ്വാൻറ്റേജസ് പിന്നെ ആടിനുണ്ട്. അതുകൊണ്ട് ആട് കൃഷി ഒരു ജനറലി പറയുകയാണെങ്കിൽ കേരളത്തിൽ എവിടെയും സാധ്യമാണ്. ഇതിന്റെ ഒരു ഫുഡിങ് എങ്ങനെയാണ്, ഇതിനെങ്ങനെയാണ് നമ്മൾ തീറ്റ കൊടുക്കേണ്ടത്? ആടിന്റെ തീറ്റ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പശുവിനാണെങ്കിൽ അതിന്റെ ശരീരഭാരത്തിന്റെ 3% ശുഷ്ക വസ്തു ആവശ്യം എങ്കിൽ, ഡ്രൈ മാറ്റർ ആവശ്യമെങ്കിൽ ആടിനത് 6%. എന്നുവെച്ചാൽ കൂടുതൽ ഭക്ഷണം ആവശ്യമുണ്ട്. ഭക്ഷണം കൂടുതൽ ആവശ്യമുണ്ട്. അതായത് ശരീരഭാരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, 30 കിലോ അല്ലെങ്കിൽ 35 കിലോ എന്ന് പറയുന്നതിന്റെ 6% ഒരു ദിവസം അതിന്റെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ജലാംശം കഴിഞ്ഞ് ബാക്കിയുള്ള ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത് 6% ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ 50% ശുഷ്കവസ്തു ഉള്ള ഇലകൾ അത് ഉപയോഗിച്ച് മാത്രമേ ആടിനെ നമുക്ക് പൂർണ്ണമായിട്ട് അതിന്റെ വിശപ്പടങ്ങുന്ന രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് തീറ്റകൾ, സാന്ദ്രീകൃത തീറ്റകൾ നമ്മൾ കൊടുക്കും. അപ്പോൾ നല്ല പ്രസവിക്കാനായ ആടുകൾക്ക് 20 ദിവസം, ഇനിയിപ്പോ 20 ദിവസമേ ഉള്ളൂ പ്രസവിക്കാൻ, അത് പ്രസവിച്ച് കഴിഞ്ഞിട്ട് 20 ദിവസത്തിനുള്ളിലുള്ള സമയം ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇതിന് നിർബന്ധമായും സാന്ദ്രീകൃത തീറ്റ 400 ഗ്രാം വെച്ച് കൊടുക്കണം. ബാക്കിയുള്ള എല്ലാ ആടുകൾക്കും നമ്മൾ 250 ഗ്രാം വെച്ചിട്ട് മിനിമം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ ശരിക്കുള്ള അതിന്റെ വളർച്ചാ നിരക്കും നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ സാന്ദ്രീകൃത തീറ്റയ്ക്ക് അകത്ത് മിനറൽ മിക്സ്ചേഴ്സും പ്രോട്ടീൻ സോഴ്സസും, അതായത് 12 മുതൽ 14% വരെ പ്രോട്ടീൻ, ക്രൂഡ് പ്രോട്ടീൻ അതിന് ആവശ്യമുണ്ട്. ഇപ്പോ നമ്മള് തീറ്റയെ പറ്റിയിട്ടും പ്രഗ്നൻസിയെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞല്ലോ. ഈ പ്രഗ്നൻസി എങ്ങനെയാണ്, ഒരു പരിചരണം എങ്ങനെയാണ്? നമ്മുടെ തള്ളയാടിന്റെ ഒരു പരിചരണം, ടെറ്റനസ് ഇഞ്ചക്ഷനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 155 ദിവസമാണ് ഗർഭകാലമെങ്കിലും ഈ അവസാനത്തെ സമയമുണ്ടല്ലോ, നമ്മുടെ പ്രഗ്നൻസിയുടെ അവസാന ഘട്ടം, പിന്നെ 1 മാസം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ സമയത്താണ് ത്വരിതഗതിയിലുള്ള വളർച്ച ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ആ സമയത്ത് അതിന് എനർജി ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കൊടുക്കണം, നല്ല തീറ്റ കൊടുത്തിരിക്കും. അതുകൊണ്ടാണ് സാന്ദ്രീകൃത തീറ്റ നിർബന്ധമായും കൊടുക്കണം. ഇപ്പൊ നമ്മൾ പുസ്തകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 400 ഗ്രാം തീറ്റ എല്ലാ ദിവസവും കൊടുക്കാനാണ് പറയാ. പക്ഷെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വയബിൾ ആയിരിക്കില്ല. പക്ഷെ ഏറ്റവും മിനിമം ഈ പറയുന്ന ഘട്ടത്തിലെങ്കിലും അതിന് സാന്ദ്രീകൃത തീറ്റ പൂർണ്ണമായ അളവിൽ കൊടുത്തിരിക്കണം. 400 ഗ്രാം എന്ന് ഞാൻ പറയുന്നത് ഒരു കൈക്കണക്ക് മാത്രമാണ്. വലിയ ആടിന് കൂടുതൽ കൊടുക്കണം, ചെറിയ ആടിന് കുറവ് കൊടുക്കേണ്ടി വരും. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഈ 6% എന്ന് പറയുന്ന സാധനം, അത് വെറും സാന്ദ്രീകൃത തീറ്റയുടെ അടിസ്ഥാനത്തിലല്ല, പുല്ലിലും വൈക്കോലിലും ഇലയിലും ഒക്കെ ശുഷ്ക വസ്തുക്കളുണ്ട്. അതെല്ലാം അതിന്റെ ജലാംശം കഴിഞ്ഞാൽ ബാക്കിയുള്ളതുണ്ട്. കൂടാതെ സാന്ദ്രീകൃത തീറ്റയിൽ 90% ജലാംശമുണ്ട്. 90% അതിനകത്ത് ജലാംശം നീക്കിയിട്ടുള്ള ശുഷ്കവസ്തു ഉണ്ട്. അപ്പോ അതിന് പൊതുവിൽ അതിന്റെ ഡ്രൈ മാറ്റർ എന്ന് പറയുന്നത് അതിന്റെ ശരീരഭാരത്തിന്റെ ഇത് നിർബന്ധം. ഇത് കൂടാതെയാണ് ഈ പ്രസവത്തോടടുത്ത സമയത്ത് ഇവർക്ക് കൂടുതലായിട്ട് എനർജി സോഴ്സസ്, അത് മെയ്സ് ആയിട്ട് അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ തീറ്റ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കാം. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ
ഇവർക്ക് ധാരാളമായിട്ട് കാൽസ്യം ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ പാല് ഉൽപാദനം നമ്മൾ പറയാം. നമ്മളിപ്പോ മലബാറി ആടാണെങ്കിൽ പോലും അവക്ക് ഏതാണ്ട് 800 ml മുതൽ 1200 ml വരെ, 1 ലിറ്റർ 1.5 ലിറ്റർ വരെയൊക്കെ ഉള്ള മലബാറി ആടുകളുണ്ട്. അപ്പൊ ഓരോ ലിറ്ററിനകത്ത് 4 ഗ്രാമോളം കാൽസ്യം അവിടെ അങ്ങ് ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കാൽസ്യം കൂടുതലായിട്ട് നമ്മൾ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. വാക്സിനേഷൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ടെറ്റനസ് സൂചിപ്പിച്ചതുകൊണ്ട് പറയാണ്, നമ്മൾ വളരെ ശരിയാണ്. അതായത് പ്രസവത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ ടെറ്റനസിനുള്ള കുത്തിവെപ്പ്, ടെറ്റനസ് ടോക്സോയിഡ് നൽകുകയാണെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്കും കൂടി ലഭിക്കും. അതുകൊണ്ടാണ് ഈ തള്ളയാടുകൾക്ക് അത് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത. പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട സമയത്താണ് ടെറ്റനസ് വരാനുള്ള സാധ്യത. കാരണം പൊക്കിൾക്കൊടിയിലൂടെ വരാം, അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വരാൻ സാധിക്കും. പൊള്ളലുണ്ടെങ്കിൽ സംഭവിക്കാം. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെറ്റനസിന്റെ ടോക്സോയിഡ് കൊടുക്കുന്നത്. ക്ലോസ്ട്രീഡിയം ടെറ്റാനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അത് പിയേഴ്സ്ഡ് വൂണ്ടുകളിലൊക്കെ മനുഷ്യനുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതേ മരുന്നുമാണ് കൊടുക്കുന്നത്. ഓക്കെ. ഏത് സമയത്താണ് ഇത് ഈ ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരിക? ടെറ്റനസ് ടോക്സോയിഡ് നമ്മൾ നൽകുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള സമയത്ത് 1 മാസം മുമ്പേ നൽകുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും നമ്മൾ ടെറ്റനസ് 1 മാസം പ്രായം കഴിഞ്ഞാൽ വീണ്ടും ടെറ്റനസിനുള്ള ഇഞ്ചക്ഷൻ നൽകും. പക്ഷെ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു കർഷകൻ ആട് കൃഷിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അറിയേണ്ട വാക്സിൻ ഇതൊന്നുമല്ല. അറിയേണ്ട വാക്സിൻ എന്ന് പറയുന്നത് ET, എൻഡറോടോക്സീമിയ. ET എന്ന് പറഞ്ഞിട്ട് ഒരു രോഗമുണ്ട്. അതും ഒരു ക്ലോസ്ട്രീഡിയം തന്നെ വേറൊരു സ്പീഷീസ് പെട്ടതാണ്. പക്ഷെ അത് ഓവർ ഈറ്റിംഗ് ഡിസീസ് എന്ന് പറയും. വയറ് പെരുക്കിയിട്ട് ആടുകൾ ചത്തുപോകുന്ന രോഗമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പകരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് ETക്ക് എതിരായിട്ടുള്ള ET എന്ന് പറയുന്ന എൻഡറോടോക്സീമിയക്ക് എതിരായിട്ടുള്ള വാക്സിൻ അത് 3 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. എല്ലാ വർഷവും കൊടുക്കണം, നിർബന്ധമാണ്. അതാരും കൊടുക്കുന്നില്ല. അതുകൊണ്ടൊക്കെ വാർഷികമായി എല്ലാ വർഷവും ഇപ്പം നമ്മൾ 3 മാസം ഇപ്പൊ പ്രായത്ത് കൊടുത്തു. അപ്പൊ 1 വർഷം 3 മാസം ഉള്ള സമയത്ത് അതിന് വീണ്ടും കൊടുക്കണം. അതായത് ഒരു ഫാമിനകത്ത് നമ്മൾ എല്ലാ വർഷത്തിലും ഒന്നിച്ച് എല്ലാ മൃഗങ്ങൾക്കും വാക്സിനേറ്റ് ചെയ്യുക. അപ്പൊ പ്രഗ്നൻസി, അഡ്വാൻസ്ഡ് പ്രഗ്നൻസി, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ 3 മാസമുള്ളതിനാണല്ലോ കൊടുക്കുന്നത്. 1 മാസമായതും 2 മാസമായതൊക്കെ നമ്മുടെ ഫാമിനകത്ത് ഉണ്ടാവും. ഇതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരു ഘട്ടവും കൂടി നമ്മളൊരു കൊടുക്കും, ഒരെണ്ണത്തിന് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീണ്ടും ഇങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത്. പിന്നെ അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെസ്റ്റിഡി പെറ്റിറ്റ്സ് റൂമിനൻസ് എന്ന് പറഞ്ഞ PPR എന്ന് പറഞ്ഞ വൈറസ് അസുഖം എപ്പോ വേണമെങ്കിലും പുറപ്പെടാവുന്ന ഒന്നാണ്. വൈറസ് അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിസിനസ് ഒക്കെ വലിയ പരാജയമായി പോകും. അപ്പൊ അതുകൊണ്ട് ഇതിനെതിരെയുള്ള വാക്സിനും ലഭ്യമാണ്. അപ്പൊ അത് ചെയ്യുക. അപ്പൊ PPRനെതിരെയുള്ള വാക്സിനേഷൻ 3 മാസത്തിനകത്ത് 3 മാസം, എൻഡറോടോക്സിമിയയുടെ 3 മാസം. അപ്പൊ എൻഡറോടോക്സിമിയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നതെങ്കിൽ 4-ാം മാസം നമ്മൾ PPRന്റെ വാക്സിൻ ചെയ്യും. ഇനി തിരിച്ചു ചെയ്താലും തെറ്റില്ല. പിന്നെ നമ്മൾ നേരത്തെ PPR എന്ന് പറയുന്നത് ഒരു വൈറസ് അസുഖമാണ്. എൻഡറോടോക്സിമിയ ഒരു ബാക്ടീരിയയാണ്. ഈ വൈറസ് അസുഖങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അത് കാറ്റിലൂടെ പോലും പകരും. കണ്ടേജിയസ് ആണ്. പെട്ടെന്ന് അടുത്തടുത്ത് നിൽക്കുന്നവനാണ് പകരുമെങ്കിൽ പോലും ആളുകളുടെ ടച്ചിലൂടെ ഒക്കെ അത് വളരെ, നമ്മളിപ്പോ കൊറോണ കഴിഞ്ഞപ്പോൾ നമുക്കറിയാലോ, അതിവേഗം പടരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഈ PPR എന്ന് പറയുന്നത്. മൂക്കിന്റെ അവിടെയൊക്കെ ഇങ്ങനെ കുരുകുരു പോലെ വരും, നാവിന്റെ അവിടെയൊക്കെ കുരുകുരു പോലെ വരും. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വലിയ തോതിൽ പാടിന് മെലിച്ചിൽ വരും, മരണനിരക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല പനിയും ഉണ്ടാവും. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിനെ ഒന്നിച്ച് ബാധിക്കാൻ സാധ്യതയുള്ള രോഗം എന്നുള്ള നിലയ്ക്ക് PPRനെതിരെയുള്ള മുൻകരുതൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇതിന്റെ ചെലവ് എങ്ങനെയാ വരുന്നത്? ഈ വാക്സിനേഷൻ ഒന്നും വലിയ ചെലവുള്ളതല്ല. നമ്മളിപ്പോ ആകെ ഈ ഫാമിലേക്ക് മുഴുവൻ ഇപ്പൊ 300 ആടുള്ള ഒരു വലിയ ഫാമിലേക്കുള്ള ഈ പറയുന്ന മുഴുവൻ വാക്സിനും വാങ്ങിയ 2000-2500 രൂപയ്ക്ക് വാക്സിൻ എത്തി. ഒരു ആട് നഷ്ടപ്പെട്ടാൽ 25,000 രൂപയും 30,000 രൂപയും നഷ്ടപ്പെട്ടു. ഒരു വെറ്റിനറി ഡോക്ടറുടെ സഹായത്തോടെയാണോ? വാക്സിനേഷൻസ് തീർച്ചയായിട്ടും ഡോക്ടറുടെ സഹായം ആവശ്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ മറ്റു പല ചെറിയ ചെറിയ പ്രൊസീജിയറുകളും കർഷകൻ തന്നെ ചെയ്യണം എന്നാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നേരിട്ട് ഇഞ്ചക്ഷനുകൾ ചെയ്യുന്നതിനൊരു ട്രെയിനിങ് കർഷകന് കൊടുക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വലിയ തെറ്റുണ്ടെന്ന് വ്യക്തിപരമായി കരുതുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ എന്താന്ന് വെച്ചാൽ പലപ്പോഴും ഇത്തരം ഇതുകളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടും. അവരൊരു ഡോക്ടർമാരായിട്ട് മാറും. അടുത്ത ദിവസം അത് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചും മറ്റുമൊക്കെ അതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞ് ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാൻ തുടങ്ങും. പിന്നെ അതും ഇതുമൊക്കെ കൊടുക്കും. തെറ്റായ രീതിയിലൊക്കെ ഇതിനെ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് നല്ലത് എപ്പോഴും
ഒരു ഡോക്ടറുടെ സാന്നിധ്യമെങ്കിലും, അല്ലെങ്കിൽ അയാളുടെ ഒരു മേൽനോട്ടത്തിലെങ്കിലും. ഇപ്പൊ നമ്മൾ പാരാ വെറ്റിനറിയൻസ് ഒക്കെ വെച്ച് നമ്മൾ വാക്സിനേഷൻസ് ഒക്കെ ചെയ്യും. അപ്പൊ വെറ്റിനറി കൗൺസിൽ നിഷ്കർഷിക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവിഷനോടുകൂടി ഡോക്ടറെ എങ്ങനെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ അത് എന്നൊക്കെ കുറിച്ച് തരുന്നു. ഇന്ന രീതിയിലൊക്കെ ചെയ്യണം, ആദ്യം ഡീവർമിങ് ചെയ്യണം, പിന്നെ ഡിപ്പിങ് ചെയ്തിട്ട് അതൊക്കെ കളയണം. അങ്ങനെ പാരസൈറ്റ്സ് ഒന്നും ഇല്ലാത്ത ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് ഏത് ഘട്ടത്തിലാണോ അതിന്റെ കോൾഡ് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ വാക്സിൻ വാങ്ങിക്കൊണ്ടുവന്ന അത് 4 ഡിഗ്രി സെൽഷ്യസിനകത്ത് സൂക്ഷിക്കേണ്ട സാധനമാണ്. ചെയ്യേണ്ടത് രാവിലെ ആണ് വാക്സിനേറ്റ് ചെയ്യുക, നല്ല വെയിലത്ത് കൊണ്ടുപോയി വാക്സിനേറ്റ് ചെയ്യില്ല. ഇങ്ങനെ തുടങ്ങി ഒരു വെറ്റിനറിയൻ അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മേൽനോട്ടം ആവശ്യമാണെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ അവർ പറഞ്ഞു തരും. ഇന്നമാരിയൊക്കെ വൃത്തിയായിട്ട് വരെയൊക്കെ മരുന്ന് കൊടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തോളൂ എന്ന് അയാൾ പറയുകയും അയാൾ ചെയ്യുന്നതിനെ മോണിറ്റർ ചെയ്യാനും ഉണ്ടെങ്കിൽ കർഷകർക്ക് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. ഇതോടൊപ്പം നമ്മൾ മിസ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ആളുണ്ട്, മുട്ടനാട്. ഈ മുട്ടനാടിന്റെ പരിചരണം എങ്ങനെയാ? മുട്ടനാടാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് കീ. അതെ. കാരണം നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ കുഞ്ഞിന്റെ ക്വാളിറ്റിയുടെ 50% മുട്ടനാടിൽ നിന്നാണ്. അപ്പൊ നല്ല ഇനത്തിലുള്ള മുട്ടനാടുകളെ നമ്മൾ വളർത്തുക. മലബാറിയാണ് ഉദ്ദേശിക്കുന്നത്, മലബാറി തന്നെ. ഇപ്പൊ 7 എഴുതിയ പോലെയുള്ള ചെവി, അങ്ങനെ നമ്മൾ ആ ബ്രീഡിന്റെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഉള്ള നല്ല മുട്ടനാടുകളെ. ഇതിനേക്കാളൊക്കെ പ്രധാനം പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മുട്ടനാടുകൾ ഒരിക്കലും ഒരു ഫാമിൽ തുടർച്ചയായി വെക്കരുത്. അത് കുറെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ആ കുഞ്ഞുങ്ങളിൽ നിന്ന് പിന്നെ അത് വീണ്ടും ആ കുഞ്ഞുങ്ങളെ തന്നെ ഈ മുട്ടനാട് ചവിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനാണ് നമ്മൾ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയാം. നമുക്കറിയാലേ, രക്തബന്ധമുള്ള ജീവികൾ തമ്മിലുള്ള അത് വലിയ നിഷിദ്ധമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ട് അത് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടും. ഏതെങ്കിലും തരത്തിലുള്ള ജനിതകപരമായ വൈകല്യം ഉണ്ടെങ്കിൽ കൂടി വരും. പിന്നെ അത് കൂടാതെ അതിന്റെ വലുപ്പം കുറഞ്ഞു വരും. അതേ പ്രശ്നമാണ്. അതായത് ഏറ്റവും നല്ലത് രക്തബന്ധം ഇല്ലാത്ത തീർത്തും വ്യത്യസ്തമായ 2 തമ്മിൽ ക്രോസ് ചെയ്താൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ഇത് വരും. പക്ഷെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ബ്രീഡിന്റെ അകത്ത് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കേരളത്തിൽ ഉടനീളം ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കൊങ്കണിലൊക്കെ പലയിടങ്ങളിലും ഈ ആടുകളുണ്ട്. അപ്പൊ ഇതേ പിന്നെ വർഗത്തിൽപ്പെട്ട എന്നാൽ മറ്റ് പിന്നെ ചെവി നീണ്ടതും ജമുനപ്പാരിയും ഒന്നും അല്ലാത്ത നല്ല മുട്ടനാടുകളെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഇണങ്ങിയ മുട്ടനാടുകളെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. അതുകൊണ്ടാണ് കർഷക കൂട്ടായ്മകളുടെ പ്രാധാന്യം. ആ സൊസൈറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തെക്ക് ഒരു സൊസൈറ്റി ഉണ്ട്. മറ്റേ മനുഷ്യൻ തമ്മിൽ കല്യാണം കഴിക്കുന്ന അതേ കൺസെപ്റ്റ്. കല്യാണം മനുഷ്യന്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യൻ സ്വാഭാവികമായിട്ടും അത് കുറെ കൂടി ശ്രദ്ധിക്കാതെ അത്രയും കോൺഷ്യസ് ആണല്ലോ. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിനകത്ത് ഈ കുഞ്ഞുങ്ങളിൽ ചെറുതായി വരുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തില് വംശശുദ്ധി നിലനിർത്താൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ബക്ക് റൊട്ടേഷൻ. അപ്പോ അതിലിടയ്ക്ക് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത്, ഈ എത്ര പെണ്ണാടുകൾക്ക് ഒരു മുട്ടനുള്ള കണക്ക്? 20 പെണ്ണാടുകൾക്ക് ഒരു മുട്ടനാടേ ആവശ്യമുള്ളൂ. ഇപ്പൊ 10 ആടിനെ ആകെ ഒരാൾ വളർത്തുന്നുള്ളെങ്കിൽ 10-ൽ 1 വേണം. അല്ല 5-ലാണെങ്കിലും 1 വേണം. ഒന്നാണെങ്കിലും 1 വേണം. അപ്പം പക്ഷെ 20 ആടുകൾ, അതുകൊണ്ടാണ് നമ്മൾ 50 ആട് എന്നൊക്കെ പറയുമ്പോ നമ്മൾ 2, 3 എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് വെക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ബക്കിനെ ഇതിന്റെ ഒപ്പിടരുത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാമിൽ ബക്ക് ആവശ്യമാണ്. ഫാമിൽ ബക്ക് ആവശ്യമാണ്. എന്നാൽ ബക്കിന്റെ കേജ് എപ്പോഴും വ്യത്യസ്തമായിരിക്കണം. അപ്പൊ ഏത് ബക്കിനെ കൊണ്ടാണ് ഏതിനാണോ ചെയ്യിച്ചതെന്നൊക്കെ അറിയാൻ പറ്റും. അവർക്ക് ഇണ ചേരാനുള്ള താല്പര്യം വളരെ കൂടുതലായിരിക്കും. ബ്രീഡ് ചെയ്താൽ അത് ചെന പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആടുകളെ ആ രീതിയിൽ വളർത്തുന്നതാണ് നല്ലത്. അപ്പൊ ബക്കുകളെ വളർത്തുമ്പോൾ അതിന് പോഷക സമൃദ്ധമായിട്ടുള്ള നല്ല ഭക്ഷണം കൊടുക്കണം. പാഡൊക്കെ കൊടുത്തിട്ട് അവർക്ക് പിന്നെ മറ്റ് തരത്തിലുള്ള ഇതുകളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. കാരണം അവർ നടക്കണം, എക്സസൈസ് വേണം, നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. അതൊക്കെയാണ് മുട്ടനാടുകളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അതിന്റെ കാലൊക്കെ നല്ല ഷേപ്പിൽ നല്ല കൃത്യമായിട്ട് ചവിട്ടാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ ഉറപ്പാക്കുകയും വേണം. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ഇതിന്റെ ഒരു വളർത്തു രീതി എങ്ങനെയാണ്, വാക്സിനേഷൻസ്, പ്രജനന കാലാവധി, പിന്നെ എത്ര കുട്ടികൾ വരെ അവറേജ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം, ഇതിനെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും? ബിസിനസ് സാധ്യത എന്താ? ആട് ഇപ്പോ മറ്റൊരു വസ്തു വെച്ച് നോക്കുമ്പോ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന ഒന്നാണ്. ഇപ്പൊ ഇവിടെ തന്നെ ആളുകൾ വന്നിട്ട് 100 ആടുണ്ടോ അങ്ങനെയൊക്കെയാണ് വന്ന് ചോദിക്കുന്നത്. എന്റെ ചോദ്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് 1-2 ആട്ടിൻകുട്ടികളെ കൊടുക്കണമെങ്കിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. 300 ആടുള്ള ഒരു ഫാമിൽ തന്നെ കൊടുക്കണമെങ്കിൽ
അത്രയേ ഉണ്ടാവുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചല്ലോ, 100 പെണ്ണാടിൽ നിന്ന് നമുക്ക് 162 കുഞ്ഞുങ്ങളെയാണ് ഉത്പാദിപ്പിക്കാൻ പറ്റുക. അതിനകത്ത് പകുതി മുട്ടനാടുകളായിരിക്കും, ബാക്കിയുള്ളതാണ് പെണ്ണാടുകൾ. അപ്പൊ ആളുകൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ അത്ര എണ്ണത്തിനെ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതെ. അപ്പോ നമ്മൾ ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കേരളത്തിലേക്ക് ധാരാളമായി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ആടുകളെ കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. പറയുമ്പോ ഇത്രയും നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രയാസവുമില്ലാതെ, യാതൊരു കണ്ണടച്ച് എന്ന് പറയാവുന്ന രീതിയിൽ നമുക്കൊരു ട്രെയിനിങ്ങോട് കൂടിയിട്ട്, തീർച്ചയായിട്ടും ട്രെയിനിങ് ആവശ്യമുണ്ട് എന്നുള്ളത് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലാവും. കാരണം വാക്സിനേഷൻസ്, കൂട്, ഭക്ഷണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെ തടയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയുമെങ്കിൽ ഏതൊരു ആൾക്കും മറ്റൊരു തൊഴിലിനോടൊപ്പം ഉപതൊഴിലായി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബിസിനസ്സുകളിൽ ഒന്നാണ് ആട് കൃഷി. അതാണ് പ്രധാനം. കാരണം നമ്മൾ ഇതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പശു ആണെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റ് കറവ മുതൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കണം. ഒരു തൊഴിലാളി ഒരു ദിവസം പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. ആട് കൃഷിയെ സംബന്ധിച്ചോളം അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇതിന്റെ എന്തൊക്കെ സാധ്യതയുള്ളത്? ഇപ്പൊ മാംസം നമ്മൾ പറഞ്ഞു, അത് കൂടാതെ മാംസം, പാല്, മാംസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം. ഷെവോൺ നമ്മൾ പറഞ്ഞല്ലോ, മട്ടൺ എന്ന് നമ്മൾ വിൽപ്പന നടത്തുന്ന ഷെവോൺ, അതാണ് അതിന്റെ വില പിന്നെ 900-ന് മുകളിൽ 1000 ആ റേഞ്ചിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ വിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആടിന് 1 കിലോക്ക് 550 രൂപ നിരക്കിൽ കൊടുക്കാൻ പറ്റും, ലൈവ് വെയിറ്റ്. പിന്നെ ഇറച്ചിയാക്കി കഴിഞ്ഞാൽ അതിനകത്ത് 45% ഇറച്ചിയാണ്, എല്ലടക്കമുള്ള ഇറച്ചി 45% ലഭിക്കും. മാത്രമല്ല ബാക്കി ഇത് ഇറച്ചിയുടെ കാര്യം മാത്രമാണ് പറയണത്. ഈ ആടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ആടിന്റെ ആളുകൾ ഉപയോഗിക്കുന്നത് അതിന്റെ തലച്ചോറ്, അതിന്റെ ബോട്ടി, അതിന്റെ കരള് തുടങ്ങിയിട്ട് 80% തോല് ഇപ്പൊ അത്ര മാർക്കറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാം. എങ്കിൽ പോലും ലോകത്തെമ്പാടും നോക്കിയ തോലിന് മാർക്കറ്റ് ഉണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, 80% അതിന്റെ പിന്നെ ഒരു സ്ലോട്ടർ ചെയ്ത് കഴിഞ്ഞാൽ കഴിച്ച ഭക്ഷണം ഒഴികെ ബാക്കിയുള്ളത് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് ആടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇറച്ചിക്കാരെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു ഇതാണ്. പിന്നെ ഇത് ഉപയോഗിച്ചുണ്ടാക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും എല്ലാവരും കഴിക്കും. ഈ റിലീജിയസ് ടാബു ഒന്നും ഇല്ല, സാമൂഹ്യപരം അതൊക്കെ നമ്മൾ നോക്കണമല്ലോ ഇതിനകത്ത് നോക്കുമ്പോൾ. അപ്പൊ പന്നിയൊക്കെ ഒരു ചില പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പശുവിന് ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും വളർത്തുന്നതിനുമില്ല, കഴിക്കുന്നതിനുമില്ല, ഇന്ത്യയിലെമ്പാടും കൊണ്ടു നടക്കുന്നതിനുമില്ല. അതാണ് അതിന്റെ മെച്ചം. അത് ആ രീതിയിൽ നോക്കുമ്പോൾ ഈ കാർഷിക മേഖലയിൽ, പ്രത്യേകിച്ച് മൃഗസംരക്ഷണ മേഖലയിൽ ഇത്രയേറെ സാധ്യതയുള്ള ഒന്ന് കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഏത് മേഖലയിലും വളർത്താൻ സാധിക്കും, ഉപതൊഴിലായിട്ട് വളർത്താൻ സാധിക്കും. ഇതെല്ലാം വെച്ച് നോക്കിയാൽ വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അതിന്റെ ഫ്യൂച്ചർ എന്നും തോന്നുന്നു അല്ലേ? അതുകൊണ്ട് മാത്രമല്ല ഈ ഫ്യൂച്ചർ ആനിമൽ എന്ന് വിളിക്കുന്നത്. ഫ്യൂച്ചർ ആനിമൽ എന്നുള്ളത് ഏത് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത് വെച്ചാൽ, അത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കോണ്ടെക്സ്റ്റിലാണ്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ലോകം ഇതിനെ ഫ്യൂച്ചർ ആനിമൽ എന്ന് വിളിക്കുന്നത്. ഞാൻ ഫ്യൂച്ചർ ഫാം എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ഒരു UW, അവിടെ ഞാൻ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഷീപ്പാണ്. അപ്പൊ ഈ സ്മോൾ റൂമിനൻസിനെ പൊതുവെ അങ്ങനെയാണ് അവർ വിളിച്ചുകൊണ്ടുവരുന്നത്. എന്താന്ന് വെച്ചാൽ, ഈ ഫ്യൂച്ചർ ഫാമുകളൊക്കെ ഗോട്ടനെയും ഇതിനെയൊക്കെ കെനിയയിലും അതേപോലെ തന്നെയാണ്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഫ്യൂച്ചർ ആനിമൽ എന്ന് ഇതിനെ വിളിക്കുന്നതിന്റെ കാരണം, അല്പം പിന്നെ ചൂട് കൂടിയാലും ലോകത്ത് നിലനിൽക്കാൻ പോകുന്ന ഒരു ജീവിയാണ്. മനസ്സിലായില്ലേ? ശരിക്കും ആടുജീവിതം അല്ല ആട്. യഥാർത്ഥത്തിൽ അത് ജീവിതത്തെ സഹായിക്കുന്ന ഒന്നായി മാറും. ഏറ്റവും മികച്ച ജീവനോപാധിയാവുകയാണ് ആട്. അതാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം. ഇപ്പോ നമ്മള് കുറെ കാര്യങ്ങൾ കവർ ചെയ്തു. ഇപ്പൊ ഒരൊറ്റ എപ്പിസോഡ് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റുന്നതല്ല എന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾ എടുത്തുള്ള ട്രെയിനിങ് ആണ് ആട് എന്റെ വളർത്തിനെ പറ്റിയിട്ടുള്ള ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കവർ ചെയ്തത് ഒരു ബേസിക് ആണ്, വേണേ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ സാറുമായിട്ട് അറിയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ അതിലൂടെ നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിനുള്ള ചാൻസ് ആണ്. നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും കൂടുതൽ അറിവ് നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും. ഞങ്ങൾ ഈ ആട് ഫാം എന്ന് നമ്മൾ ഈ വിളിക്കുന്ന സ്ഥാപനം പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം, യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം മണ്ണുത്തി എന്ന് പറയുന്ന സ്ഥാപനമാണ്. ഇത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ നിരവധിയായ സെന്ററുകളിൽ ഒന്ന് മാത്രമാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ഇത് സംബന്ധിച്ച് മാത്രമല്ല,
എല്ലാ കാര്യങ്ങളെ കുറിച്ച്, മാംസ സംസ്കരണത്തെ കുറിച്ച് ഇപ്പോൾ അവിടെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറി ഇങ്ങനെ സംബന്ധിച്ചിട്ടുള്ള ട്രെയിനിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ട്രെയിനിങ്ങുകളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇപ്പൊ യൂണിവേഴ്സിറ്റി ഇതിന്റെ തന്നെ മാൻഡേറ്റ് പ്രധാനമായിട്ടും വിജ്ഞാന വ്യാപനമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഞങ്ങൾ എല്ലാ മാസവും കർഷകർക്ക് വേണ്ടി, കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിന്നെ അതിന്റെ ബ്രോഷറുകൾ പിന്നെ എല്ലാ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിലും വരും. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, www.kevasu.ac.in എന്ന് പറയുന്ന വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഈ പറയുന്ന എല്ലാ ട്രെയിനിങ്ങുകളും ആളുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഇതുകൂടാതെ മൃഗസംരക്ഷണ വകുപ്പ് ധാരാളമായിട്ട് ഈ മേഖലയിൽ ഒരുപാട് LMTCകളൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഉള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഏതാണ്ട് കറക്റ്റ് കണക്കറിയില്ല, എന്നാലും കൂടുതലും ഒരു ഭൂരിഭാഗവും GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാർഷിക മേഖലയാണ്. അപ്പം ഇനിയും കൂടുതൽ ആൾക്കാർ കാർഷിക മേഖലയിൽ കടന്നു വരട്ടെ, അതിന്റെ തുടക്കമാവട്ടെ നമ്മുടെ ഒരു വീഡിയോയും തന്നെ ഡിസ്കഷൻസും ഒക്കെ. അപ്പം നന്ദി സർ, താങ്ക് യു വെരി മച്ച്. വീണ്ടും നമുക്ക് കാണാം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാന വാക്ക് ഞാൻ ഒന്നുകൂടി പറയാം. ഗാന്ധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗങ്ങളിൽ ഒന്നായിരുന്നു ആട്. അതെ, ആട്ടുംപാലാണ് ആള് ചായ കുടിക്കുന്നത്. ആട്ടുംപാല് കൊണ്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ് മഹാത്മാഗാന്ധി. അതൊരു വലിയ കഥയാണ്. അത് പിന്നീട് കാണുമ്പോൾ വരുന്നോട് പറയാം.